ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാ മതത്തിലും എന്നതുപോലെ തന്നെ ഇസ്ലാം മതത്തിലുമുണ്ട് ഒരുപാട് പുരോഹിതർ. പക്ഷേ മറ്റു മതങ്ങളുടെ പുരോഹിതന്മാരെ പോലെ അല്ല പലപ്പോഴും ഇസ്ലാം മതത്തിന്റെ പുരോഹിതർ. അവർക്ക് പിന്നെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാകണമല്ലോ. വാനലോകത്ത് നിന്ന് വന്ന ഒരു പുസ്തകമാണ് അവരുടെ അടിസ്ഥാന പ്രമാണം. ഈ പുസ്തകം ഇറങ്ങിയത് തന്നെ ഒരുപാട് ഘട്ടം ഘട്ടമായിട്ടും എത്രയൊക്കെയോ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ്. ഈ ഗ്രന്ഥം ജനങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആദ്യത്തെ പ്രയോക്താവും സ്വീകർത്താവും തന്നെയാണ് ഈ മതത്തെ വ്യതിരിക്തമാക്കുന്നത് മറ്റു മതങ്ങളിൽ നിന്നും. ഒരു മനുഷ്യന്റെ സ്വകാര്യതകളിൽ പോലും ഈ മതം കടന്നു വരുന്നുണ്ട്. മറ്റു മതങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല ഇസ്ലാം മതത്തിന്റെ പ്രചാരകർ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നത്. ഇപ്പം ഹൈന്ദവ, ക്രൈസ്തവ, അതല്ലെങ്കിൽ മതമില്ലാത്ത അവരൊക്കെ അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകുമ്പോൾ നമ്മുടെ മതപുരോഹിതന്മാർ നമ്മുടേതു മാത്രമാണ് ചക്കരയായിട്ടുള്ളത്, മറ്റെല്ലാം മോശമാണ്. അങ്ങനെ മറ്റുള്ളവരുടെ പ്രമാണങ്ങളെ എടുത്തിട്ട് അലക്കുക എന്നുള്ളത്, പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു മുഖമുദ്രയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര അറബി കോളേജുകൾ, എത്ര ഖുർആൻ മനപാഠമാക്കുന്ന സെന്ററുകൾ, അതുപോലെ ഖുർആനിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനോട് തന്നെ കിടപിടിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ. ഈ കണ്ടെയ്നറുകളിൽ എടുത്തു വെച്ചാലും തീരാത്തത്ര ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കാൻ എത്രയെത്ര കോളേജുകളും എത്രയെത്ര അധ്യാപകരും വേണ്ടി വരും. ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന അറബിയിലെ കുറേയധികം ബിരുദങ്ങളുണ്ട്. അറബി കോളേജുകളിൽ നിന്ന് ലഭിക്കുന്ന സക്കാഫിയും ദാരിമിയും സുല്ലമിയും സലാഹിയും സലഫിയും മദനിയും എന്നു വേണ്ട എണ്ണമറ്റ ബിരുദാനന്തര ബിരുദങ്ങളുമായിട്ടാണ് ഇവർ പുറത്തു വരുന്നത്. പക്ഷേ ഓരോ വർഷവും ലക്ഷക്കണക്കിന് മതപണ്ഡിതന്മാർ ഈ മതസ്ഥാപനങ്ങളിലൂടെ പഠിച്ച് ബിരുദം വാങ്ങി പുറത്തു വരുന്നുണ്ടെങ്കിലും ഇവർക്കൊന്നും ഇതുവരെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർ വിവരക്കേടുകൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് അവരവരുടെ മതം വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മതത്തെ മതമാക്കി നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളിൽ ഒന്ന് മതപണ്ഡിതന്മാർ തന്നെയാണ്. ഈ മതപണ്ഡിതന്മാർ വിഭാവനം ചെയ്യുന്ന ഒരു സ്വർഗവും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഒരു പ്രതീക്ഷയും ഒക്കെയുണ്ട്. അത് എല്ലാ ജനങ്ങളുടെയും യുക്തിക്ക് യോജിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ നിർബന്ധം പിടിക്കാനും പാടില്ല. ഈ മതപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന സ്വർഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ സ്വർഗത്തില് സ്ത്രീകൾ എന്താണെങ്കിലും വേണ്ട, സ്ത്രീകളെന്ന് പറഞ്ഞാൽ തന്നെ അപശകുനമായിട്ടാണ് അള്ളാഹു പ്രവാചകൻ എണ്ണിയിട്ടുള്ളത്. നമസ്കാര വേളയിൽ പോലും പെണ്ണുങ്ങളെ കണ്ടാൽ അവരോട് യുദ്ധം ചെയ്യാനെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് വേണ്ട. എന്നാൽ മനസമാധാനത്തോടുകൂടി ഒരു മുസ്ലിമിന് ബാത്റൂമിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. ബാത്റൂമിൽ പോകാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ പിശാച് ചെലവഴിക്കുന്നത് എവിടെയാണ്? ബാത്റൂമിലാണ്. ടോയ്ലറ്റില്. വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ ഈ പിശാച് ബാത്റൂമിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് ഓടിപ്പോയി വെപ്രാളത്തിൽ എന്താണെങ്കിലും ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നത് പോലെ ഓടിപ്പോയി സാധിക്കാവുന്ന ഒരു വിഷയം അല്ലല്ലോ ഇത്. സമയം വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ മുട്ടുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ഓടിപ്പോകുന്നത് ബാത്റൂമിലേക്ക്. ഇനി അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. പോയാൽ ഉടനെ എന്താണെങ്കിലും നമുക്ക് സാധിക്കണം. പക്ഷേ ഓടിപ്പോയി തുണി പൊക്കാൻ വരട്ടെ, അവിടെ അള്ളാഹു ഒരുപാട് ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു ഉസ്താദ് പറഞ്ഞത് മലക്കുകൾ വന്നിരിക്കുമെന്നാണ് ബാത്റൂമില്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. വേറൊരു ഉസ്താദ് പറഞ്ഞു ജിന്നുകൾ ഉണ്ടാകുമെന്ന്. ഈ ജിന്നും മലക്കുകളും ഒക്കെ ആയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് പറയുന്നു പിശാച് ഉണ്ടാകുമെന്ന്. എന്ത് തന്നെ ആയിരുന്നാലും പലപ്പോഴും മറന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചെടുക്കാനും ഒക്കെ ടോയ്ലറ്റ്, ബാത്റൂം വളരെയധികം സഹായകമായ ഒരു കേന്ദ്രമാണ്.
ആ സമാധാനവും കൂടി പോയി കിട്ടി. സ്വസ്ഥമായി അവിടെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് പോയിരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം ലഭിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ജിന്നുമായി, മലക്കുമായി, പിശാചുമായി ആ സമാധാനവും താണ്ട കിടക്കുന്നു. എന്തേ ഇബിലീസ് അടുക്കളയിലൊന്നും നിൽക്കാതെ എന്തിപ്പോ കക്കൂസ് പോയിരിക്കാൻ കാരണം? ഇബിലീസ് അടുക്കളയിലൊന്നല്ല കക്കൂസിലുള്ളത്. കാരണം എന്താ അറിയാം? എന്താ ഇത്ര ഫ്രീ ആയിട്ട് ആണിന്റെ പെണ്ണിന്റെ മുന്നും ബാക്കും കാണാൻ പറ്റിയൊരു സ്ഥലം വേറല്ല. ഇബിലീസിന് ഇത് കണ്ടിരിക്കലാണ് ഇഷ്ടം. അതുകൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കക്കൂസിൽ. റസൂലുള്ള പറഞ്ഞത് ഒരു ഇബിലീസിനെ തൊട്ട് എന്നല്ല പറഞ്ഞു, കണ്ടമാനം ഇബിലീസുകൾ നിറഞ്ഞിരിക്കുകയാണ് കക്കൂസിൽ, മൂത്രപ്പുരയിൽ. കാരണം നമുക്ക് എന്തായാലും ഈ പരിപാടി ഒഴിവാക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ചെല്ലണമല്ലോ. ഇബിലീസ് അവിടെ കാത്തിരിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ക്യാമറ ഉള്ളത്. അതുകൊണ്ട് ഇത് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ. ഇതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ടൈറ്റ് ഡ്രസ്സുകൾ നമ്മൾ ഒഴിവാക്കണം. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ലോ വേസ്റ്റ് പാന്റുകൾ ഒഴിവാക്കണം. ഇസ്ലാമിക ശരീഅത്ത് വിധിവിലക്കുന്നതനുസരിച്ച് മാത്രം ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ. പെൺകുട്ടികൾക്കും ആൺകുട്ടി, അതായത് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഒന്നാമത്തെ പോയിന്റിലേക്ക് തന്നെ വരാം. ഏറ്റവും കൂടുതൽ പിശാചുക്കൾ തിങ്ങി നിൽക്കുന്ന സ്ഥലം ബാത്റൂമാണ്. കാരണം മനുഷ്യന്റെ പിന്നാമ്പുറവും കാണാം, ഉമ്മറവും കാണാം. അതിനാണെന്ന്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എവിടെയെങ്കിലും വിലക്കുകളുണ്ടോ? ഇനിയിപ്പോ ബെഡ്റൂമില് ഭാര്യയും ഭർത്താവും തമ്മില് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഭാര്യയെ വിളിച്ചു വന്നില്ല, അവിടെ മലക്കുകൾ ഉണ്ടാവില്ലേ? നേരം വെളുക്കുവോളം ഈ പെണ്ണിനെ പ്രാഗി പണ്ടാരടങ്ങ് പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ. ഇനിയും ഇവര് പരസ്പരം ബന്ധപ്പെടുന്നു. ഇവർ ബിസ്മി അത് ചൊല്ലിയില്ല, അപ്പോഴും അവിടെ പിശാചുണ്ടാകില്ലേ? അതിനേക്കാൾ നന്നായി ഉമ്മറവും പിന്നാമ്പുറവും എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അപ്പൊ അവിടെയൊക്കെ കാണാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. പോട്ടെ, സ്വർഗത്തിൽ നിന്ന് ആദം അള്ളാഹുവിന്റെ കൽപ്പന തെറ്റിച്ചപ്പോൾ, ആദമും ഹവ്വയും ഒക്കെ, അല്ലാഹു ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇറങ്ങടാ അവിടുന്ന് പുറത്ത്, എല്ലാം പൊയ്ക്കോ. എന്നിൽ നിന്ന് സന്മാർഗം വന്നെത്തിയിട്ട് ആരാണോ രക്ഷപ്പെടുന്നത് അവൻ രക്ഷപ്പെട്ടാൽ മതി, അവര് ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങളെല്ലാം ഇവിടെ നിന്ന് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ അള്ളാഹു പുറത്ത് കടത്തിയവരായിരുന്നില്ലേ ഇവരൊക്കെ? പിന്നെന്താണ് സംഭവിച്ചത്? ഒറ്റ പിശാചല്ലേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ബാത്റൂമില്, ടോയ്ലറ്റിൽ ഇത്രയധികം പിശാചുക്കൾ വന്നത്? അള്ളാഹു അവർക്ക് ഹണിമൂണിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തോ? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നോ പിന്നീട് നടന്നതെല്ലാം? അങ്ങനെ അവര് മക്കളും മക്കളുടെ മക്കളും ഒക്കെയായി പെറ്റുപെരുകുകയായിരുന്നു. അതും പോട്ടെ, നമ്മൾ ഓടിപ്പോയി തുണി അഴിക്കുമ്പോൾ അവിടെ ആൺപെൺ പിശാചുക്കൾ ഉണ്ടാകും. ഓക്കെ, അവരൊന്ന് കണ്ടെന്ന് വെച്ച് എന്ത് കാര്യം? പിശാജ് കാണാത്തത് എന്തെങ്കിലും, ശൈത്താന്മാര് കാണാത്ത എന്തെങ്കിലും, അള്ളാഹു കാണാത്ത എന്തെങ്കിലും നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടോ? കാരണം നമ്മുടെ കൂടെ തന്നെ ശൈത്താന്മാരുണ്ട്. ആ പിശാചിന് എല്ലായിടത്തും കയറി വരാൻ പറ്റും. ഈ പിശാചും മലക്കും ജിന്നുകളും ഒക്കെ നമ്മുടെ ശരീരം കാണുന്നുണ്ട്, നമ്മുടെ നഗ്നത കാണുന്നുണ്ട് എന്ന് കരുതി കഴുത്തിൽ കുരുക്കിടാൻ പറ്റുമോ? അവര് കണ്ടിട്ടുണ്ട്, അവര് കാണുകയും ചെയ്യും. ഇനിയും ബാത്റൂമിൽ കയറി നമ്മൾ അല്ലാഹുമ്മ ഇനി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്, അല്ലാഹുവേ ആൺപെൺ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോ അങ്ങനെ പറയാത്ത അറിയാത്ത ആളുകൾ ഉണ്ടാകും. ഇപ്പോ മുഹമ്മദ് നബിക്കാണല്ലോ ഈ ആശയങ്ങളൊക്കെ കിട്ടിയത്. മുഹമ്മദ് നബി ഇത് പറഞ്ഞിട്ടുണ്ടാവും. മുഹമ്മദ് നബിക്ക് മുമ്പുള്ള 1.25 ലക്ഷത്തിൽ പരം പ്രവാചകന്മാര് ബാത്റൂമിൽ കയറുമ്പോൾ ഈ പ്രാർത്ഥന പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ ഒക്കെ പിശാചിന്റെ ക്യാമറയ്ക്കകത്ത് ഉണ്ടാവും അല്ലേ? അതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുകയായിരിക്കും പിശാചുകൾ. ഓക്കെ, എന്ത് തന്നെയായിരുന്നാലും നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. നന്ദി.